ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഭാര്യ ഭർത്തൃ ബന്ധത്തെപ്പറ്റി, പൊതുവായി പറഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധത്തെപ്പറ്റി ആത്മീകമായ വീക്ഷണത്തിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ നാം ഒരുമിച്ച് ശ്രമിച്ചു വരികയായിരുന്നു. ആ അന്വേഷണം ഈ വീഡിയോയിലും തുടരുകയാണ്. സുപ്രധാനമായ വിഷയത്തിൽ അർത്ഥവത്തായ താല്പര്യം പുലർത്തുന്ന ഏവരോടുമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തയുടെ പ്രത്യേക കേന്ദ്രമായ വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. മനുഷ്യബന്ധങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഉപരിപ്ലവത മനുഷ്യരാശിയുടെ ഈ ലോകത്തിലെ നരകത്തിൻ്റെ അടിത്തറയാണ് എന്ന യാഥാർത്ഥ്യം എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഇത് നാം തിരിച്ചറിയാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നാം പിറന്നു വീണതും വളർന്നു വന്നതുമായ സംസ്കാരം ഉപരിപ്ലവതയുടെ സംസ്കാരമാണ്. ഈ സംസ്കാരത്തിൻ്റെ ആവിർഭാവം വളരെ പഴക്കമുള്ളതാണ്. നമ്മുടെ കാലത്ത് അത് കൂടുതൽ മൂർച്ഛിച്ചു എന്ന് മാത്രം. സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ പഠിപ്പീരുകളെ നാം ശ്രദ്ധിക്കുമ്പോൾ, നിങ്ങൾ ബാഹ്യമായതിന് ഒരു പ്രാധാന്യം കൽപ്പിക്കരുത്, ആന്തരികമായ സത്യത്തെയാണ് നിങ്ങൾ നിലനിർത്തേണ്ടത്, അതിനാണ് വില കൽപ്പിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി ആവർത്തിച്ച് യേശു പ്രഖ്യാപിക്കുന്നതിൻ്റെ കാര്യം, ഈ പ്രശ്നം മനുഷ്യരാശിയെ എപ്പോഴും ഒരു വലിയ രോഗമെന്ന പോലെ ബാധിച്ചിരുന്നു. ഉപരിപ്ലവത ഒരു സാർവലൗകിക രോഗമാണ്. അത് മനുഷ്യൻ്റെ ബന്ധങ്ങളെ, നാനാവിധമായ ബന്ധങ്ങളെ അർത്ഥശൂന്യമാക്കുകയും സന്തോഷം പ്രദാനം ചെയ്യുന്നതിന് പകരം അത് വലിയ അരിഷ്ടതയും വിമിഷ്ടവും ഇച്ഛാഭംഗവും വെറുപ്പും പലപ്പോഴും അക്രമവും ജനിപ്പിക്കാൻ ഇത് ഉതകുന്നതുമാണ് എന്നതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ പ്രാപിക്കുക നമ്മുടെ വിഷയത്തെപ്പറ്റി വേണ്ടതുപോലെ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് മനുഷ്യബന്ധങ്ങളുടെ പൊതുവായ ശാപം എന്താണ് എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ അല്പം പോലും ചിന്തിക്കാതെ ഒറ്റ വാക്കിൽ മറുപടി പറയും: ഉപരിപ്ലവത, ഷാലോനെസ്. അതിന് പൊതുവായ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ, കാണുന്നതിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുകയും കാണാത്തതിനെ അവഗണിക്കുകയും ചെയ്യുക. അതായത് അപ്പിയറൻസ് ആൻഡ് റിയാലിറ്റി എന്ന് പറയും. ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അവരെ പറ്റി ഒരു ധാരണയുണ്ട്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊക്കെ നാം പറയുന്നുവെങ്കിലും, ഈ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, നിങ്ങൾ ബാഹ്യമായ ആ ഒരു പ്രതീതി കൊണ്ട് സത്യത്തെ അളക്കരുത്. യാഥാർത്ഥ്യം അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വിവേചന ബുദ്ധിയോടെ, വിവേകത്തോടെ യാഥാർത്ഥ്യങ്ങളെ, അവസരങ്ങളെ, അനുഭവങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് താക്കീതാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഡു നോട്ട് ഗോ ബൈ അപ്പിയറൻസ് എലോൺ. അത് വളരെ വളരെ പ്രസക്തമാണ്, ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് മിന്നുന്നതൊക്കെ പൊന്നാണ് എന്ന് മനുഷ്യൻ ധരിക്കുന്നത്? അത് ഉപരിപ്ലവത വരുത്തി വയ്ക്കുന്ന ഒരു വിനയാണ്. എൻ്റെ വ്യക്തിത്വം ഉപരിപ്ലവതയുടെ വ്യക്തിത്വമാണെങ്കിൽ ഞാൻ മിന്നുന്നതെല്ലാം പൊന്നാണ് എന്ന് മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. കാരണം ആഴത്തിൽ യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കുവാനുള്ള കഴിവ് എന്നിൽ വികസിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് എന്ത് കണ്ടാലും അതിൻ്റെ ബാഹ്യമായ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അതിൻ്റെ പിറകിൽ വർത്തിക്കുന്ന ഒരു പക്ഷേ ചീഞ്ഞു നാറുന്നത് അല്ലെങ്കിൽ ഭയപ്പെടുത്തേണ്ട യാഥാർത്ഥ്യങ്ങളെ കാണാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പലപ്പോഴും യുവതീവാക്കന്മാർ അവരുടെ ജീവിത പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ വെറും ബാഹ്യമായ പരിഗണനകൾ കൊണ്ട് മാത്രമാണ് അത് നടത്താറുള്ളത്. അതിൻ്റെ ഒരു ഭാഗം സ്ത്രീധനമാണ്. സ്ത്രീധനം അത് നല്ല
സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബത്തിൽ നിന്നൊരു പെണ്ണിനെ കെട്ടിയാൽ, അല്ലെങ്കിൽ അവിടേക്കൊരു പെണ്ണിനെ കെട്ടിച്ചു വിട്ടാൽ ബാക്കിയുള്ള സമയം സന്തോഷമായി കഴിയാം എന്ന ഒരു ധാരണ, അത് ഈ ഉപരിപ്ലവതയുടെ ഒരു പരിഗണനയാണ്. അതുപോലെ തന്നെ സൗന്ദര്യം എന്നാൽ എന്താണ്, ഒരു വ്യക്തിയുടെ അഭികാമ്യതയുടെ അടിസ്ഥാനം എന്താണ് എന്നത് ബാഹ്യമായ ഘടകങ്ങളെ മാത്രം ആശ്രയിച്ച് തീരുമാനിക്കുന്നതും വളരെ അപകടമേറിയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മനുഷ്യബന്ധങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആ വലിയ അസഹനീയമായ ശാപത്തിനെ ഒറ്റ വാക്കിൽ നമുക്ക് വിവക്ഷിക്കണമെങ്കിൽ ആ വാക്ക് ഉപരിപ്ലവത, ഷാലോനെസ് എന്നാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ ഉപരിപ്ലവത മതമേഖലയിൽ വളരെയധികം അപകടം വരുത്തി വയ്ക്കുന്നുണ്ട് എന്നത് സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു ആ കാലത്തെ പുരോഹിതവർഗത്തെ ആകമാനം സൂചിപ്പിച്ചുകൊണ്ട് അവർ വെള്ള തേച്ച ശവക്കല്ലറകളാണ് എന്ന് പറയുന്നു. എന്താണ് ഈ വെള്ള തേച്ച ശവക്കല്ലറകൾ? ബാഹ്യമായി നിന്ന് നോക്കിയാൽ പരിശുദ്ധമാണ്, ആന്തരികമായി നോക്കിയാലോ അത് ചീഞ്ഞു നടന്ന അവസ്ഥയിലാണ് വെള്ള തേച്ച ശവക്കല്ലറകൾ. അപ്പോൾ ഉപരിപ്ലവതയുടെ ഭക്തി, അതിനാണ് കപടഭക്തി എന്ന് പറയുന്നത്, ഹിപ്പോക്രസി എന്ന് പറയുന്നത്. കണ്ടാൽ ഇപ്പോൾ സ്വർഗത്തിൽ, ഉടലോടെ സ്വർഗത്തിൽ പോകും എന്ന് വിചാരിക്കും. ഇപ്പോൾ മറുഭാഷ പറയുന്ന ആളുകൾ അവരെന്തുകൊണ്ട് മറുഭാഷ പറയുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ഉപരിപ്ലവതയുടെ ആത്മീയതയാണ്. അത് കണ്ടിട്ട് അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആളുകൾ അർത്ഥശൂന്യമായി ഇങ്ങനെ മൃഗങ്ങളെ പോലെ ശബ്ദം പുറപ്പെടുവിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് ധരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ധരിക്കുന്ന ആളുകൾ ഉപരിപ്ലവതയുടെ ആ പരിമിതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വ്യക്തികളാണ്. അവർക്ക് കാണുന്നതിനും കേൾക്കുന്നതിനും അപ്പുറത്തുള്ള മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തവരാണ്. അങ്ങനെയുള്ളവർ എപ്പോഴും വഞ്ചിക്കപ്പെടും, അങ്ങനെയുള്ളവർ അപകടത്തിൽ ചെന്ന് ചാടും. അതുകൊണ്ട് മാതാപിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക, നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഈ ഉപരിപ്ലവത എന്ന് പറയുന്ന പടുകുഴിയിൽ അവർ വീണു പോകാതിരിക്കേണ്ടതിന് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ആഴങ്ങളെ ഉണർത്തുവാനും വളർത്തുവാനും നമുക്കൊരു കടമയുണ്ട് എന്നത് തിരിച്ചറിയുക. എന്നാൽ അപ്പോൾ നിങ്ങൾ ചോദിക്കും, അത് ഞങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? അത് നമ്മുടെ ആത്മീയമായ വളർച്ചയുടെ ഭാഗമായി നാം അറിയാതെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അതിനെപ്പറ്റി വേറൊരു അവസരത്തിൽ കൂടുതൽ വിശദീകരിച്ച് പ്രതിപാദിക്കാം. ഇപ്പോൾ അത് പ്രധാന വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ മതമേഖലയിൽ ഈ ഉപരിപ്ലവത നന്നേ ക്രിയ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് മാത്രം ഞാൻ വെള്ളതേച്ച ശവക്കല്ലറുകൾ എന്ന യേശുവിൻ്റെ ഈ ഒരു പ്രതീകാത്മകമായ പ്രസ്താവന ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുപോലെ തന്നെയാണ് എന്തുകൊണ്ടാണ് യഹൂദന് യെരുശലേം ദേവാലയത്തെപ്പറ്റി ഇത്ര വലിയ മതപരമായ അഹങ്കാരമുണ്ടായത്? അത് ഉപരിപ്ലവതയുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് യേശു വളരെ ശക്തമായ ഭാഷയിൽ അതിനെ വിമർശിക്കുന്നത്. ഒരുപക്ഷെ യെരുശലേം ദേവാലയത്തെ ശപിക്കുന്നതിന് പോലും ഇടയാതിൻ്റെ കാര്യം അതാണ്. ഒരു കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം ഇത് നശിച്ചു പോകും എന്ന് യേശു പ്രവചിക്കേണ്ട കാര്യം എന്താണ്? യെരുശലേം ദേവാലയം ഏത് ആത്മീയമായ ഉദ്ദേശത്തോടു കൂടെ ആയിരുന്നു സ്ഥാപിക്കപ്പെട്ടത്, അതിന് തുലവും വിപരീതമായി ഉപരിപ്ലവതയുടെ ഒരു നെടുന്തൂണായി അത് അധപ്പതിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിലാണ് യഹൂദൻ്റെ മതപരമായ വർഗീയമായ അഹങ്കാരം അതിൻ്റെ ഒരു ഉപാധിയായി ഇത് നിലനിൽക്കുന്ന അവസ്ഥ വരുന്നത്. ദേവാലയങ്ങളെപ്പറ്റി നാം അഹങ്കരിക്കുകയല്ല വേണ്ടത്. ദേവാലയങ്ങൾ നമ്മെ എന്താണ് വിളിച്ചറിയിക്കുന്നത് എന്നതിനെപ്പറ്റി നമുക്കൊരു ബോധ്യമാണ് ഉണ്ടാകുക. നമുക്കറിയാം, വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട സിമ്പിൾസ് ഉണ്ട്, ബിംബങ്ങളുണ്ട്, അല്ലെങ്കിൽ പ്രതീകങ്ങളുണ്ട്. ഒന്ന് ഗോപുരം, ബാബേൽ ഗോപുരം. രണ്ട് യെരുശലേം ദേവാലയം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബാബേൽ ഗോപുരം ബാഹ്യതയുടെ അടയാളമാണ്. ഗോപുരത്തിൻ്റെ അകത്ത് കയറി ആർക്കൊന്നും ചെയ്യാനില്ല, ദൂരെ നിന്ന് കണ്ടാൽ മതി. എന്നാൽ ദേവാലയം അങ്ങനെയല്ല. അതിൻ്റെ ഉള്ളിൽ കടന്ന് ആത്മാവിൻ്റെ പരിശുദ്ധിയിൽ, മനസ്സിൻ്റെ ഏകാഗ്രതയിൽ സർവ്വലോകത്തെയും മറന്ന്
ദൈവത്തിൽ കേന്ദ്രീകരിച്ച് ഹൃദയത്തെ ദൈവത്തിലേക്ക് പകരുന്ന ആന്തരികമായ അവസ്ഥയുടെ പരിശുദ്ധിയാണ് ആരാധന എന്ന് പറയുന്നത്. അതിനെ വെറും ബാഹ്യതയിൽ ഒതുക്കുന്ന യഹൂദൻ്റെ ഈ ഒരു നിലപാട് അവൻ്റെ ആത്മീകമായ തകർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായിട്ടാണ് യേശു മനസ്സിലാക്കിയത്. ഈ ഒരു രോഗത്തിൽ നിന്ന് മനുഷ്യജാതിക്ക് ഇന്നും വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രം പണിതു, അതുകൊണ്ട് ഹിന്ദുമതത്തിന് വലിയ നേട്ടമുണ്ടായി എന്ന് ധരിക്കണമെങ്കിൽ ഈ ഉപരിപ്ലവതയുടെ കണ്ണിൽ കൂടെ നോക്കിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതും ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. എന്നാൽ ഈ ഒരു സമീപനത്തിൽ നിന്ന് തുലവും വ്യത്യസ്തമായ വേറൊരു സമീപനമാണ് യേശു അവതരിപ്പിച്ചത് എന്നത് നാം മനസ്സിലാക്കുക. അതിൻ്റെ പേരാണ് സക്രമെന്റ് എന്നുള്ളത്. അത് ഇന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. യേശു എന്തുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരുമായി അന്തിമ അത്താഴം ആചരിക്കുമ്പോൾ അതിൽ അപ്പമെടുത്ത് നുറുക്കി വാഴ്ത്തി അവർക്ക് കൊടുത്തു പറയുന്നത്, ഇതെൻ്റെ ശരീരം, ഇത് നിങ്ങൾ ഭക്ഷിപ്പീൻ? അത് അർത്ഥമെന്നാന്ന് ചോദിച്ചാൽ, ഭൗതികമായ വ്യക്തിത്വവും ആത്മീയമായ വ്യക്തിത്വവും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണ്? ഭൗതികമായ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം അതിൻ്റെ അഖണ്ഡതയാണ്. അതിൻ്റെ പോറൽ പോലും ഏർക്കരുത്, ആരും എൻ്റെ അടുത്ത് പോലും വരരുത്, എന്നെ തുടരുത്, നോക്കരുത്. എന്നാൽ ആത്മീയമായ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേന്മ എന്താണ്? അത് കീറി മുറിക്കപ്പെടുവാൻ സന്നദ്ധരാണ്. അത് നുറുക്കപ്പെടുവാൻ സന്നദ്ധയാണ്. എന്തുകൊണ്ട് നുറുക്കപ്പെടണം? നുറുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ബാഹ്യമായ ചട്ടയില്ലേ, കവറിങ്ങില്ലേ, അത് പൊളിച്ചെങ്കിൽ മാത്രമേ ആന്തരികമായ ആ പോഷണം വെളിയിൽ വരികയുള്ളൂ. നമ്മളൊരു വ്യക്തിയോട് അടുക്കുമ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥത്തിൽ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ വ്യക്തിത്വം എന്താണ്? ബാഹ്യമായ എല്ലാ ഘടകങ്ങളും ഒഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന നിത്യമായ സുനിശ്ചിതത്വം വരുത്തുവാൻ പര്യാപ്തമായ ആന്തരികമായ ഗുണഫലങ്ങളുള്ള വ്യക്തിത്വമാണ് എൻ്റേത്. അപ്രകാരമുള്ള വ്യക്തിത്വം നിങ്ങളും പ്രാപിക്കണം. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെവിയെന്ന് പറഞ്ഞാൽ നിങ്ങളും അപ്രകാരമായി തീരണമെന്നാണ് എൻ്റെ അർത്ഥം. അത് മുഴുവനും മാറ്റി വെച്ചിട്ടാണ് ഉണക്ക അപ്പം ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് യേശു എന്ത് ഉദ്ദേശിച്ചോ അതിനെ 100% കുഴിച്ചുവിടുന്ന പരിപാടിയാണ്. അതിലേക്കും ഞാൻ കൂടുതലായി പ്രവേശിക്കുന്നില്ല. ഇതേ വ്യത്യാസം മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് യേശു ഗോതമ്പിൻ്റെയും പതിരിൻ്റെയും കാര്യം പറയുന്നത്. ഗോതമ്പുണ്ട്, പതിരുണ്ട്. പതിര് മാറ്റിവെക്കുന്നു, ഉപേക്ഷിച്ച് കളയുന്നു. എന്താണ്? എൻ്റെ ഉള്ളിലൊന്നുമില്ല. ബാഹ്യമേ നോക്കിയാൽ ഗോതമ്പും പതിരും ഏതാണ്ട് ഒരുപോലെയൊക്കെ ഇരിക്കും. നെല്ലും പതിരും ഒക്കെ ഏതാണ്ട് ഒരുപോലെ തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് അതിനെ വീശി കാറ്റുകൊണ്ട് അതിൽ പതിര് മാറ്റുന്നത്. കണ്ണുകൊണ്ട് നോക്കി കണ്ടുപിടിച്ച് മാറ്റാൻ പ്രയാസമാണ്. രണ്ടും ഒരുപോലൊക്കെ ഇരിക്കും. പക്ഷേ പതിര് കൊണ്ട് വിശപ്പടക്കാനോ ശരീരത്തിന് പോഷണം പ്രാപിക്കാനോ സാധ്യമല്ല. ആധുനിക ലോകത്തിലെ സ്ത്രീ പുരുഷ ബന്ധം പതിരുകളുടെ ബന്ധമായി പോയി. അതുകൊണ്ട് എല്ലാവരും പട്ടിണിയിലാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഉപരിപ്ലവതയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആശ്വാസമെന്നോ സൗന്ദര്യമെന്നോ നേട്ടമെന്നോ അത് മാത്രം കൊണ്ട് ജീവിക്കാമെന്നോ മനുഷ്യൻ ആത്മഹത്യാതുല്യമായി തെറ്റിദ്ധരിച്ചതിൻ്റെ ഭാഗമായി സംഭവിച്ച വലിയ ശാപവും ഇടിവും നാശനഷ്ടങ്ങളുമാണിത്. ഇതിൻ്റെ മൂർച്ച വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ, അത് വേണ്ടതുപോലെ അവതരിപ്പിക്കാനുള്ള കഴിവെനിക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. പക്ഷേ വളരെ ആത്മീയമായി ചിന്താശക്തിയും സെൻസിറ്റിവിറ്റിയുമുള്ള എൻ്റെ സഹോദരങ്ങളോടാണ് ഞാൻ ഈ ചിന്തകൾ പങ്കിടുന്നത് എന്നതുകൊണ്ട് വലിയ ആവലാതിയില്ലാതെ തന്നെ ഈ ചിന്തയുടെ അന്വേഷണത്തിൽ മുൻപോട്ട് പോകുവാൻ എനിക്ക് സാധിക്കുന്നു എന്നതും സന്തോഷത്തോടെ ഞാൻ സമ്മതിക്കട്ടെ. അപ്പോൾ ബാഹ്യമായത് ഒന്ന് പൊടിഞ്ഞാൽ മാത്രമേ ആന്തരികമായതിൻ്റെ യാഥാർത്ഥ്യം വെളിയിൽ വരികയുള്ളൂ. ഖലീൽ ജിബ്രാൻ അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ പറയുന്നുണ്ട്, ലെറ്റ് ദ വോൾ ക്രാക്ക് ദാറ്റ് ലൈറ്റ് മേ കം ഇൻ. ഈ ഭിത്തി ഒന്ന് പിളരട്ടെ, എന്നാലെങ്കിലും വെളിച്ചം അകത്തേക്ക് കടന്നു വരുമല്ലോ. അപ്പോൾ ആന്തരികമായതിനെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം.
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു പറയുന്നുണ്ട്, എന്ത് തിന്നും, എന്തു കുടിക്കും, എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് നിങ്ങൾ ആകുലപ്പെടുന്നത് എന്തിനാണ്? ഇതെല്ലാം ബാഹ്യതയുടെ ആകുലതയാണ്. ഇത് അതിജീവിച്ച് നിങ്ങൾ എത്തേണ്ട ആ പടി എന്താണ്? ആന്തരികമായതിനെ നിങ്ങൾ വിലമതിക്കുവിൻ. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ, അങ്ങനെ സംഭവിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ വല്ലതും ഉണ്ടായിരിക്കണം. ഈ തൊലി പെയിൻറ് ചെയ്തുകൊണ്ട് നടന്നാൽ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും ആരെങ്കിലും അന്വേഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ഉപരിപ്ലവതയുടെ ലോകത്തിൽ, ഈ ഉപരിപ്ലവതയുടെ സംസ്കാരത്തിൽ, ഈ ഉപരിപ്ലവതയുടെ ജീവിത വീക്ഷണത്തിൽ ആരും ദൈവരാജ്യവും ദൈവത്തിൻ്റെ നീതിയും അന്വേഷിക്കുകയില്ല. അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നവരാണ് ഞങ്ങളെന്നാരെങ്കിലും പറഞ്ഞാൽ അവരിൽ നിന്ന് നിങ്ങൾ ഓടി രക്ഷപ്പെട്ടുകൊള്ളണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ സക്രമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഉപരിപ്ലവതയിൽ നിന്ന് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ആഴത്തിലേക്കുള്ള യാത്രയുടെ പേരാണ് സക്രമെന്റ് എന്നത്. പക്ഷേ ഇന്ന് അതൊരു ഉപരിപ്ലവതയുടെ ആനുകൂല്യമായിട്ടാണ് ആചരിച്ചു വരുന്നത് എന്നത് അസഹനീയമായ ഒരു ധർമ്മസങ്കടം തന്നെയാണ്. ഇനിയും ഈ വിഷയം കുറച്ചുകൂടെ മനസ്സിലാക്കേണ്ടതിന്, ഉപരിപ്ലവതയുടെ 2 വ്യക്തിത്വങ്ങൾ കൂടി വന്നാൽ അതിൽ കൂടെ സംഭവിക്കുന്നത് അവസാനിക്കാത്ത പട്ടിണിയുടെ ബന്ധമായിരിക്കുമെന്ന് കൂടുതലായി ഇതിൽ കൂടുതൽ വ്യക്തമായി പറയേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തെ വളരെ കാര്യമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ ഭാഗം, വിത്ത് വിതയ്ക്കുന്നവൻ പുറപ്പെട്ടു, അവൻ വിത്തൊക്കെ വിതച്ചു. ചിലത് വഴിയരികെ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിൻ്റെ ഇടയിൽ വീണു, ചിലത് നല്ല സ്ഥലത്ത് വീണു. ഇതാണ് ഉപമ. ഈ വഴിയരികിൽ വീണു, പാറപ്പുറത്ത് വീണു എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം എന്താണ്? ഉപരിപ്ലവതയിൽ വീണു എന്നാണ് എൻ്റെ അർത്ഥം. യേശുവിൻ്റെ ഏത് പ്രസ്താവനയും, മനുഷ്യ വ്യക്തിത്വത്തിന് രൂപാന്തരം നൽകുവാൻ പര്യാപ്തമായ ഏത് പ്രസ്താവനയും ഉപരിപ്ലവത മാത്രം വെച്ചു പുലർത്തുന്ന ഒരു വ്യക്തിയുടെ കാതിൽ ചെന്ന് പെട്ടാൽ അത് വഴിയരികിൽ വീണ വിത്ത് പോലെ ആയിരിക്കും. അല്പനേരം അവിടെയൊക്കെ ഒന്ന് നിൽക്കും, പിന്നെ അത് കാണുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ വലിയ വലിയ ആത്മീയ സംരംഭങ്ങളൊക്കെ നടക്കുന്നു. കൺവെൻഷനുകൾ തകൃതിയായി, ഇപ്പം മാരാമൺ കൺവെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരൊറ്റ കൺവെൻഷൻ കൊണ്ട് ലോകജാതിയെ മുഴുവനും സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന വിധത്തിലാണ് മാർത്തമക്കാരൻ അതിൽ അഭിമാനിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിൻ്റെ പരിമിതി കൂടെ മനസ്സിലാക്കണം. എത്രയോ നാളുകളായി, 130-ൽ പരം വർഷങ്ങളായി നടക്കുന്നു. അതുകൊണ്ട് കേരളത്തിൻ്റെ മണ്ണിൽ എന്ത് വ്യത്യാസമാണ് വന്നിട്ടുള്ളത്? കേരളത്തിലെ ക്രിസ്ത്യാനിയുടെ സ്വഭാവത്തിന് എന്ത് മേന്മയാണ് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ നാം അല്പം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് എന്നൊരു വലിയ അഭിപ്രായം മാത്രമേ ഉള്ളവനുള്ളൂ. അല്ലാതെ മാരാമൺ കൺവെൻഷൻ്റെ പ്രാധാന്യത്തെ തുച്ഛീകരിക്കാൻ എൻ്റെ ലക്ഷ്യമല്ല. ഞാൻ അതിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. പങ്കെടുത്ത കാലം അതിനെപ്പറ്റി എനിക്ക് നല്ല നല്ല അഭിപ്രായം തന്നെയായിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ആത്മീയമായ ഫലമുണ്ടാകുന്നുണ്ടോ എന്ന ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതാണ്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത്, അതിൻ്റെ കഴിവ് അതിൽ തന്നെ എപ്പോഴും ഉണ്ട്, അതിന് യാതൊരു മാറ്റമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് മാറ്റം വരുന്നത്, ഏറ്റക്കുറച്ചിൽ വരുന്നത് എന്തുകൊണ്ടാണ്? അത് ഏത് മണ്ണിൽ ചെന്ന് വീഴുന്നു. അപ്പോൾ യേശു അവിടെ പ്രത്യേകമായി എടുത്ത് പറയുന്ന കാര്യം, ദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള ഇടപാടിൽ പോലും വളരെയധികം പ്രശ്നം വരുത്തി വെക്കുന്ന ഒരു യാഥാർത്ഥ്യമായ ഒരു അവസ്ഥയാണ് ഈ ഉപരിപ്ലവത എന്നുള്ളത്. ചില ആളുകളോട് എന്തു പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ലേ പോത്തിനോട് വേദമോതുന്നു എന്ന് പറയും, അവരോട് എന്തു പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുകയില്ല, എങ്ങനെയൊക്കെ പറഞ്ഞാലും മനസ്സിലാകുകയില്ല. പിന്നെ മനസ്സിലാകുന്നവർ തന്നെ അത് കുറച്ചു നേരമൊക്കെ മനസ്സിലൊക്കെ ഇരുന്ന് വെച്ചാൽ അത് പിറ്റേ ദിവസം ഈ സിഗരറ്റ് വലിക്കുന്നത് പുക പോകുന്ന പോലെ അതങ്ങ് പോകും. അതിൻ്റെ യാതൊരു ഗുണമോ മണമോ പിന്നെ കേൾക്കാൻ സാധ്യമല്ല. ചിലരുണ്ട്, അത് കുറച്ചൊക്കെ ഒന്ന് ശരിയാണല്ലോ, പറഞ്ഞൊക്കെ ശരിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനും ഇനി അങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കാൻ പോകുക എന്ന് പറഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞ് 3 ആഴ്ച കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ അതെല്ലാം മറന്ന് വല്ല പ്രോസ്പെറിറ്റി ഹോസ്പിറ്റലുകാരുടെ കാല് പിടിക്കാനോ അല്ലെങ്കിൽ മന്ത്രവാദിയുടെ വാല് പിടിക്കാനോ പോയി കളയും.
ഇതാണ് നമ്മുടെ പരിപാടി. നമ്മുടെ അവസ്ഥ ഇതാണ്. ഞാൻ ആരെയും കൊച്ചാക്കാൻ പറയുന്നത്, നമ്മുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ എന്നിലും ഈ ബലഹീനത ഉണ്ട് എന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഇത് ഉപരിപ്ലവതയുടെ പ്രശ്നമാണ്. ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആന്തരികമായ കഴമ്പുള്ള മനുഷ്യ ജീവിതത്തിന് പോഷണം നൽകാൻ കഴിയുന്ന അർത്ഥവത്തായ ബന്ധങ്ങൾ, അത് സ്ത്രീ പുരുഷ ബന്ധമാണെങ്കിലും മറ്റെന്ത് ബന്ധമാണെങ്കിലും സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും അതിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിപ്പാനും നമുക്ക് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനി അതുപോലെ മറ്റൊരു ഉദാഹരണം നാം ശ്രമിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് 10 കൽപ്പനകൾ നിങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, വിഗ്രഹ ആരാധന പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഹിന്ദുക്കൾ വിഗ്രഹാരാധനയ്ക്ക് അവരുടേതായ ന്യായം പറയുന്നുണ്ട്. എനിക്ക് അവരോട് യാതൊരു വിധത്തിലുള്ള ആർഗ്യുമെൻറ്റും ഇല്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, വിഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഉപരിപ്ലവത മാത്രമാണ്. ഒരു വിഗ്രഹത്തിൻ്റെ ഉള്ളിലൊന്നുമില്ല. അത് മനുഷ്യനിർമ്മിതമാണ്, അത് ധാതുപദാർത്ഥങ്ങൾ നിർമ്മിച്ചതാണ്. ഇപ്പം നിങ്ങൾ കല്ലുകൊണ്ടൊരു വിഗ്രഹം ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിലോട്ട് നോക്കാൻ നിങ്ങളെ കൊണ്ടൊക്കില്ല, അത് ബാഹ്യമായി മാത്രം നോക്കാം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, വിഗ്രഹങ്ങൾക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കാലുണ്ടെങ്കിലും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ആന്തരികമായിട്ടൊന്നുമില്ല. ആന്തരികമായിട്ടൊന്നും ഇല്ലാത്തതിൽ നിന്ന് നിങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ മിഥ്യയെ അതിൻ്റെ മുകളിൽ കൊണ്ട് സ്ഥാപിക്കാം, പക്ഷേ അതിൽ നിന്ന് യാതൊരു പ്രതികരണവും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതുകൊണ്ടാണ് വിഗ്രഹം അവിടെ തിരിക്കുന്നു, യേശുവോ ഓടി നടന്ന് നന്മ ചെയ്യുന്നു. ആന്തരികമായി വലിയ സമ്പത്തുള്ളവൻ ഓടി നടന്ന് ജനങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം വർദ്ധിപ്പിക്കാനുള്ള വ്യഗ്രതയിൽ ഊണും ഉറക്കവുമില്ലാതെ അവൻ അധ്വാനിക്കും. പക്ഷെ അവൻ അധ്വാനിക്കുകയാണെന്ന് പോലും അവൻ തോന്നുകയില്ല. അത് ആന്തരികമായി ആ വലിയ ആശയസമ്പുഷ്ടി, ആത്മാവിൻ്റെ സമ്പത്ത് ഉള്ളവർക്ക് പശുവിൻ്റെ അകിടിൽ പാല് ചുരത്തി നിൽക്കുന്നത് പോലെ അതെവിടെയെങ്കിലും ആർക്കെങ്കിലും പ്രയോജനപ്പെടണമേ എന്ന് വിചാരിച്ച് ശരീരത്തിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് മറന്ന് തിരിച്ചടി കിട്ടുമോ എന്ന ഭീതിയൊക്കെ മാറ്റി ഓടി നടന്ന് നന്മ ചെയ്യുവാനുള്ള വ്യഗ്രതയിൽ അവൻ സൂര്യനെ പോലെ കത്തിജ്വലിക്കും. അപ്പോഴാണ് യേശു പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. ഉപരിപ്ലവതയിൽ മാത്രം തങ്ങി നിൽക്കുന്ന മനുഷ്യ പതിരുകളോട്, അല്ലെങ്കിൽ പതിരായ മനുഷ്യരോട് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഭൂമിയുടെ ഉപ്പാണ്? പിന്നെ അവരോട് പറയാവുന്ന, നിങ്ങൾ ഭൂമിയുടെ ചപ്പാണ് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഭൂമിയുടെ ഉപ്പാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വല്ലതും ഉണ്ടാകണം. അതുകൊണ്ടാണ് ഈ ഉപരിപ്ലവതയുടെ സംസ്കാരത്തിൻ്റെ സന്തതികളായ മനുഷ്യരിൽ നിന്ന് നാം ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറയുന്നു. അപ്പം അത് വിഗ്രഹം, ഇപ്പോൾ ഓരോരുത്തരും വിഗ്രഹങ്ങളായിട്ടാണ്. നമുക്കറിയാം, രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വലിയ വിഗ്രഹങ്ങളാണ്, ഐക്കോൺസ് എന്ന് പറയും. ഐക്കോൺസ് ആരാണ്? ഈ ഐക്കോൺസ് ആരാണ്? നമ്മുടെ രാഷ്ട്രീയ വിഗ്രഹങ്ങൾ നമുക്ക് യാതൊരു പ്രയോജനവും ചെയ്യാത്തവരാണ്. മനുഷ്യ സ്വഭാവത്തിൻ്റെ ഒരു വികൃതം, നമുക്ക് യാതൊരു പ്രയോജനമില്ലാത്ത ആളുകൾക്കാണ് നാം കൂടുതൽ വില കൽപ്പിക്കുന്നത്. ഇപ്പോൾ യുവാക്കന്മാർ ബോംബെ നടുകളെ കാണുമ്പോൾ വെള്ളമൂറുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് അവരെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. ഒരു പനി പിടിച്ച് വീട്ടിൽ കിടന്നാൽ, ഇപ്പോൾ കോവിഡൊക്കെ തുടങ്ങിയല്ലോ, കോവിഡ് പിടിച്ച് വീട്ടിൽ കിടന്നാൽ ഐശ്വര്യ റായ് വന്ന് നിങ്ങൾക്ക് ഒരു വെള്ളം തരുമോ? പിന്നെ എനിക്ക് അവിടെ നടികളുടെ ഒന്നും പേരൊന്നും അറിഞ്ഞുകൂടാ, നിങ്ങൾക്ക് എല്ലാവരുടെയും പേരൊക്കെ അറിയാം. ഒരു പ്രയോജനമില്ല. അതേസമയം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ളത് നിങ്ങളുടെ അമ്മ വേണ്ട പോലെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ, നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇതൊക്കെ നമ്മുടെ ഉപരിപ്ലവത നമ്മളിൽ വരുത്തി വെക്കുന്ന വിഭ്രാന്തികളാണ് എന്ന് അത് നമ്മുടെ ശാപമാണ്, നമ്മുടെ പരിമിതിയാണ്, നമ്മുടെ പട്ടിണിയാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ നമുക്ക് അർത്ഥവത്തായ നമ്മുടെ ജീവിതത്തെ പോഷിപ്പിക്കുന്ന ഒരു നല്ല ബന്ധം സൃഷ്ടിച്ച് അതിനോട് നീതി പാലിച്ച് അതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ ആഴങ്ങളുടെ അനുഗ്രഹം പ്രാപിച്ച ജീവിതത്തെ ധന്യമാക്കുവാൻ സാധിക്കുകയില്ല. ദയവായി മനസ്സിലാക്കണമെന്ന അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഈ ഉപരിപ്ലവതയുടെ സംസ്കാരത്തിൻ്റെ ഇരകളായ മനുഷ്യർക്ക് ഫലഭൂഷ്ടമായ ബന്ധങ്ങൾ, ഫ്രൂട്ട്ഫുൾ റിലേഷൻഷിപ്സ് എന്ന് പറയും. ഇപ്പം യേശു ഈ ലോകത്തിൽ വന്നത് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് കൗണ്ട് ലിയോ ടോൾസ്റ്റോയ് പറയുന്നത്, യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ ആകത്തുക ഒറ്റ വാക്കിൽ ഒതുക്കാം. ആ വാക്ക് റിലേഷൻഷിപ്പ്, ബന്ധം എന്നാണ്. അതുകൊണ്ട് യേശു എന്താണ് ചെയ്യുന്നത്? അവൻ വ്യക്തികളെ തന്നിലേക്ക് വിളിക്കുന്നു. കം ടു മീ, നിങ്ങൾ എന്നിലേക്ക് വരുവീൻ.
ആരാണ്? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നാൽ അടുക്കൽ വന്നാൽ മാത്രം പോരാ. അത് മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. അടുക്കൽ വന്നാൽ മാത്രം പോരാ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിൽ വസിക്കാം. അപ്പോൾ ബന്ധമാണ്, ബന്ധം. അപ്പോൾ ഈ ബന്ധം എന്തുകൊണ്ടാണ് ഇപ്രകാരം ഒരു ബന്ധം? അത് ആഴത്തിൻ്റെ ബന്ധമാണ്, അല്ലേ? എന്തുകൊണ്ടാണ് ഇപ്രകാരം ആഴത്തിലുള്ളൊരു ബന്ധം സ്ഥാപിക്കാൻ മനുഷ്യന് ആവശ്യമുള്ളത്? അതിൽ കൂടെ മാത്രമേ നല്ല ഫലം പുറപ്പെടുവിപ്പാൻ അവന് കഴിയുകയുള്ളൂ. നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളെല്ലാം വസിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ അധിക ഫലം കായ്ക്കും. അതാണ് ബന്ധങ്ങളുടെ ഉദ്ദേശം, ദൈവികമായ ഉദ്ദേശം. നാം നല്ല ഫലം കായ്ക്കണം. നാം ഏർപ്പെട്ടിരിക്കുന്ന ബന്ധം നല്ലതാണോ തീയതാണോ, അനുഗ്രഹമാണോ ശാപമാണോ എന്ന് തിരിച്ചറിയുന്നതിന്, അല്ല നാം പതിരാണോ കതിരാണോ എന്നറിയുന്നതിന് ഒറ്റ മാർഗം, നാം പാലിക്കുന്ന ബന്ധങ്ങളിൽ കൂടെ നല്ല ഫലങ്ങൾ പുറപ്പെട്ടു വരുന്നുണ്ടോ, അതോ നമ്മുടെ ഉള്ളിലുള്ള നന്മ അതിൻ്റെ ഒരു കിരണം ഉണ്ടായിരുന്ന അതും കൂടെ പോയോ? പ്രത്യേകം ശ്രദ്ധിക്കണം. നാം താണ തരത്തിലുള്ള ആളുകൾ, ഞാൻ സാമ്പത്തികമായ താണ തരത്തിലുള്ള ആളുകളെ പറ്റിയല്ല, ധാർമ്മികവും ബൗദ്ധികവും സാംസ്കാരികവും മാനുഷികവുമായ തോതിൽ നോക്കുമ്പോൾ നികൃഷ്ടമായ ആളുകൾ, ഈ മലയാളത്തിലൊരു പദപ്രയോഗമുണ്ട്, തറ പാർട്ടികൾ എന്ന് പറയും. അങ്ങനെയുള്ളവരുമായിട്ട് നാം ബന്ധം പുലർത്തുമ്പോൾ, കൂട്ടായ്മ ആചരിക്കുമ്പോൾ, സത്യം തൊട്ട് തെച്ചിട്ടില്ലാത്ത ആളുകളുമായിട്ട് നാം സുഹൃത്തം പാലിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിലുള്ള നന്മ അതും ചീഞ്ഞു പോകും. അതുകൊണ്ടാണ് നമുക്ക് കൂട്ടായ്മ വേണ്ടത്. എന്താണ് കൂട്ടായ്മ? കൂട്ടായ്മയുടെ ആണിക്കൽ എന്താണ്? വ്യക്തിയും യേശുവുമായുള്ള ബന്ധമാണ്. യേശു ആരാണ്? വെളിച്ചമാണ്. വെളിച്ചത്തിൻ്റെ ശുശ്രൂഷ എന്താണ്? എല്ലാ നന്മയും അതിൻ്റെ സൗന്ദര്യത്തിൽ വെളിപ്പെടുത്തുക. അത് നാം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ അത് ഫലഭൂയിഷ്ഠമായ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും നിലനിർത്തുവാനും നമുക്ക് കഴിയണമെങ്കിൽ ഈ ആഴത്തിൻ്റെ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയണം. അത് സാധ്യമാകണമെങ്കിൽ നമ്മുടെ വ്യക്തിത്വത്തിൽ തന്നെ ഉതകുന്ന ഒരു വളർച്ചയും വ്യത്യാസവും ഉണ്ടാകണം. അതുകൊണ്ട് രൂപാന്തരം എന്ന് പറയുന്നത്, ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഈ പുതിയ സൃഷ്ടിയുടെ പ്രധാനപ്പെട്ട ഗുണം എന്താണ്? സ്വഭാവം എന്താണ്? ആധികാരികമായ സ്വഭാവം എന്താണ്? അത് ആഴത്തിൻ്റെ വ്യക്തിത്വമാണ്. അത് ഉപരിപ്ലവയുടെ വ്യക്തിത്വമല്ല. ഈ ആഴത്തിൻ്റെ വ്യക്തിത്വത്തിന് മരണമില്ല. ഈ ആഴത്തിൻ്റെ വ്യക്തിത്വം മരിച്ചാലും ജീവിക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഒരുത്തൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് നാവ് കൊണ്ട് ക്രിസ്തുവിനെ ഏറ്റു പറഞ്ഞു, അതുകൊണ്ട് അവൻ മരിച്ചു കഴിഞ്ഞ് എഴുന്നേക്കെന്നൊക്കെ പറയുന്നത് വെറും പൊട്ടത്തരമാണ്. ആഴത്തിൻ്റെ വ്യക്തിത്വത്തിന് മരണമില്ല. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, യാതൊരു സംശയവും. ആ വ്യക്തിത്വം നാം ഏറ്റവും അതിൻ്റെ പരമമായ അവസ്ഥയിൽ കണ്ടത് യേശുവിലാണ്. അതുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അത് സത്യം തന്നെയാണ്. ഒരിക്കലും മരിക്കാൻ സാധ്യമല്ലാത്തൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു യേശു. അതുകൊണ്ട് അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകമായ വെളിപ്പെടുത്തൽ, ആഴത്തിൻ്റെ വ്യക്തിത്വം പ്രാപിക്കുക, എന്നാൽ മാത്രമേ സ്ത്രീ പുരുഷ ബന്ധത്തിൽ സന്തോഷവും സമാധാനവും നിർവൃതിയും നമുക്ക് അനുഭവിപ്പാൻ സാധ്യമാകുകയുള്ളൂ. അതുപോലെ തന്നെ യേശു ചോദിക്കുന്നില്ലേ, നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളുടെ മകൻ നിങ്ങളോട് അപ്പൻ ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്താണ്? കല്ലിന് ഉള്ളില്ല, അപ്പത്തിന് ഉള്ളുണ്ട്. ഉള്ളുള്ളതിന് മാത്രമേ പോഷണമുള്ളൂ. ഈ ലോകത്തിൽ സംഭവിക്കുന്നത് എന്താണ്? പലരും വിവാഹവേദിയിലേക്ക് വലങ്കാലി ചവിട്ടി പ്രവേശിക്കുന്നത് അപ്പം പ്രതീക്ഷിച്ചിട്ടാണ്. അവർക്ക് കിട്ടുന്നതോ കല്ലാണ്. അപ്പം ചോദിച്ച് വരുന്നവർക്ക് കല്ലാണ് കിട്ടുന്നത്. പിന്നെ തകർന്നു പോകുന്നതിൽ വല്ല അതിശയമുണ്ടോ? തകരാതിരുന്നെങ്കിൽ മാത്രമേ എനിക്ക് അതിനെപ്പറ്റി അതിശയമുള്ളൂ. അപ്പം ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള വലിയ വലിയ തകർച്ചയുടെ ചില മുഖങ്ങൾ മാത്രം ഞാൻ പെട്ടെന്ന് ഒന്ന് അടയാളപ്പെടുത്തുന്നു. ഇതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ സാധ്യമാണ് എന്നതാണ് നല്ല സുവിശേഷം, നല്ല വാർത്ത. സുവിശേഷം, ഗോസ്പൽ, ഗുഡ് ന്യൂസ് എന്താണ്? ഈ ഉപരിപ്ലവതയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആഴത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് മുന്നേറുവാൻ നമുക്ക് സാധ്യമാണ്. ആ വഴിയാണ് യേശു
എന്ന വെളിപ്പെടുത്തൽ അത്രയും. അപ്പോൾ ഇനിയും ഈ ഉപരിപ്ലവതയുടെ, ഞാൻ അതും കൂടെ പറഞ്ഞിട്ട് ഇത് ഉപസംഹരിക്കാൻ പോകാം. ഈ ഉപരിപ്ലവതയുടെ ഏറ്റവും സാർവലൗകികമായ പ്രതികരണ രീതി എന്താണ് എന്നുകൂടെ സൂചിപ്പിക്കട്ടെ. അതിൻ്റെ പേരാണ് നിഷേധാത്മകത. ഉപരിപ്ലവതയുടെ പ്രതികരണ ശൈലിയാണ് നിഷേധാത്മകത. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദി ടിപ്പിക്കൽ റെസ്പോൺസ് സ്ട്രാറ്റജി ഓഫ് ഷാലോനെസ് ഓഫ് പീപ്പിൾ ഹു ആർ ഷാലോ ഈസ് നെഗറ്റിവിറ്റി. എന്തിനോടും നിഷേധാത്മകത, ജീവിതത്തോട് തന്നെ നിഷേധാത്മകത. ആ നിഷേധാത്മകതയുടെ എന്ന രോഗത്തിൻ്റെ രോഗലക്ഷണമാണ് എല്ലാറ്റിനെയും പറ്റി പരാതി. പരാതി 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 പരാതി. ജീവിതത്തിൽ ഒരു നന്മയും കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. പരാതി പരാതി പരാതി. ഈ നിഷേധാത്മകതയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കാൻ സാധ്യമാകുന്ന അനുഗ്രഹങ്ങളുടെ മേൽ വാതിൽ കൊട്ടിയടയ്ക്കുന്ന, നാം നമ്മോട് കാണിച്ചു കൊണ്ടേയിരിക്കുന്ന ദ്രോഹത്തിൻ്റെ പേരാണ് ഈ നിഷേധാത്മകത. അതെന്തുകൊണ്ടാണ്? ആഴമില്ലാത്ത വ്യക്തിത്വത്തിന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ സാധ്യമല്ല. അനുഗ്രഹം ഇല്ല എന്നുള്ളതല്ല, അനുഗ്രഹം സ്വീകാര്യമല്ല എന്നതാണ്. സ്നേഹനിധിയായ ദൈവം, സർവസൃഷ്ടിയെയും സ്നേഹിക്കുന്ന ദൈവം, അനുഗ്രഹങ്ങളുടെ ഉറവിടമായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ആ അനുഗ്രഹം സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് യെരൂശലേമിനെ നോക്കി യേശു കരയുന്നത്. യെരൂശലേമേ യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ കീഴിൽ ചേർക്കുന്നത് പോലെ നിന്നെ എന്നോട് ചേർക്കുവാൻ ഞാൻ കാംക്ഷിച്ചിരുന്നു. നിന്റെ സമാധാനത്തിൻ്റെ സംഗതികളെ സ്വീകരിപ്പാൻ നിനക്ക് മനസ്സായില്ലല്ലോ. നെഗറ്റിവിറ്റി, നിഷേധാത്മകത, ഒരു പട്ടണത്തിൻ്റെ സ്വഭാവം ഓർത്ത് യേശു കരയുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 70-ാം വാക്യത്തിൽ യേശു ലൗദോക്യ സഭയുടെ വാതിക്കൽ നിൽക്കുകയാണ്. കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഒരു സഭയുടെ നിഷേധാത്മകതയാണ്. യേശുവിനെ അകത്തോട്ട് കടത്തുകയില്ല. കാരണം അവൻ സർഗാത്മകതയാണ്, ക്രിയാത്മകതയാണ്. അവൻ പോസിറ്റിവിറ്റിയുടെ സൂര്യനാണ്. അവനെ എങ്ങനെയാണ് അകത്തോട്ട് കയറ്റുന്നത്? എന്നാൽ അവനവിടെ നിൽക്കണം. ഈ ഒരു ക്രമീകരണമാണ് നാം യേശുവിനോട് പാലിക്കുന്ന ബന്ധം. ഇത് തന്നെയാണ് നിഷേധാത്മകതയുടെ ബന്ധം. എന്താണ്? വേണ്ട എന്ന് പറയത്തില്ല, പക്ഷെ അകത്തോട്ട് കയറുക. അതാണ് വിവാഹബന്ധത്തിലും അങ്ങനെയാണ്. ഭർത്താവിനെ വേണം, അല്ലെ ഭാര്യയെ വേണം, പക്ഷെ അകത്തോട്ട് കയറുക. അവിടെ നിന്നോണം. സൗകര്യമനുസരിച്ച് ഞാൻ വിളിച്ചോളാം, ഉപയോഗിച്ചോളാം, പക്ഷെ അകത്തോട്ട് കയറി കളിക്കരുത്, മുറത്തിൽ കയറി കുത്തരുത്. അതാണ് നിഷേധാത്മകത എന്ന്. എന്നിട്ട് അത് എപ്പോഴും ജനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അഗ്നിവ്രതത്തിൽ നിന്ന് ലാവ പൊട്ടി പുറപ്പെടുന്ന പോലെ ഈ നിഷേധാത്മകയുടെ വ്യക്തിത്വമാകുന്ന അഗ്നിവ്രതം എപ്പോഴും ഈ തീ തുപ്പിക്കൊണ്ടേയിരിക്കും. അത് റിസെൻറ്റ്മെൻറ്റ്, കൈപ്പേറിയ അനുഭവം, അത് വാക്കിലും നോട്ടത്തിലും നടപ്പിലും പ്രവൃത്തിയിലുമെല്ലാം. ഇതിന് വിവാഹം എന്ന് പറയുന്ന ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അച്ഛാ കൂടിപ്പോയി. ഒരു പള്ളിക്കകത്ത് വെച്ച പുരുഷനെ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ക്രിസ്തീയ വിവാഹമാണ്. ആദ്യ വിവാഹ നാളിലേതും തോട്ടത്തിലേതാണ്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ. ഇതൊക്കെ വെറും അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളോട് ബന്ധം പുലർത്തുവാൻ നട്ടല് കാണിക്കണം ആരെങ്കിലും. സത്യം സത്യമാണെന്ന് വിളിച്ചു പറയണം. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. മനുഷ്യ വ്യക്തിത്വത്തെ അത് ആത്മീകമായി മനസ്സിലാക്കി അത് പണിയേണ്ട അടിത്തറയിൽ പണിയാതെ, ഗോതമ്പിന് പകരം അല്ലെങ്കിൽ നെല്ലിന് പകരം പതിരുകളെ ഉണ്ടാക്കി വെച്ച് ഒരു ആൺപതിരിനെയും ഒരു പെൺപതിരിനെയും കൂടെ പള്ളിയിൽ കൊണ്ട് മുട്ടിച്ചിട്ട് അത് ഏദൻ തോട്ടത്തിലെ ആദ്യ ഉദ്രാണ്ടമാണ് എന്ന് പറയുന്ന ഈ പൊട്ടത്തരം, ഈ മൊണ്ണത്തരം, ഇതിൻ്റെ ശൂന്യത മനസ്സിലാക്കണം. ഇത്രമാത്രം മനുഷ്യ ദുരന്തങ്ങൾ നമ്മുടെ മധ്യത്തിൽ അരങ്ങേറിയിട്ടും, ഇത്രമാത്രം മനുഷ്യൻ്റെ നരകയാതന ഹിമാലയത്തോളം വളർന്നിട്ടും നാം പഴയ ബിസിനസ് അതുപോലെ കൊണ്ട് നടക്കുകയാണ്. ഇതിൻ്റെ കാര്യം, ഈ വലിയ രോഗത്തിൻ്റെ കാരണം എന്താണ്, ഇതിൻ്റെ പരിഹാരം എന്താണ് എന്ന് അല്പം പോലും ചിന്തിക്കാതെ. കാരണം പുരോഹിതവർഗത്തിന്
മനുഷ്യ ജീവിതത്തിൽ തിങ്ങി വിങ്ങി നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളോട് യാതൊരു ബന്ധവുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ പള്ളിയിൽ വരണം, ആരാധിക്കണം, പൈസ ഇടണം, വീട്ടിൽ പോകണമെന്നല്ലാതെ അവിടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ്, അവയിൽ എപ്രകാരം ആത്മീയമായ വെളിച്ചം കൊണ്ടുവരാമെന്ന് അന്വേഷിച്ച് അപ്രകാരം ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യേണ്ട ഒരു കടമ പുരോഹിതവർഗത്തിനില്ല. അവർ ഒരു പള്ളി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യരോ നരകിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ അവസ്ഥയാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു അഭിസംബോധന ചെയ്യുന്നത്. ശമര്യക്കാരുടെ ഇടയിലും വലിയ വലിയ ആരാധനാലയം ഉണ്ടായിരുന്നു. മൗണ്ട് ഗെരിസിമിൻ്റെ മുകളിൽ വലിയ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു വ്യക്തിയുടെ ജീവിതം അധപ്പതിച്ച് അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് അനുദിനം വഴുതി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീ അന്വേഷിച്ച് കടന്നു വരുന്നൊരു യേശുവുണ്ട്. യേശു ദേവാലയത്തിലല്ല പോയത്. എന്തുകൊണ്ട് യാക്കോബിൻ്റെ കുളക്കരയിൽ പോയി? കാരണം അവിടെ ദേവാലയത്തിൽ നടക്കുന്ന ആരാധനയും ഇവിടെ യാക്കോബിൻ്റെ കുളക്കരയിൽ വന്ന് വെള്ളം കോരാൻ വരുന്ന സ്ത്രീയുടെ ജീവിതത്തിൻ്റെ അധപ്പതനവുമായി യാതൊരു ബന്ധവുമില്ല. ആ അധപ്പതനത്തിനെ കണ്ട് അതിന് അറുതി വരത്തക്കോണം ഒരു ആത്മീയമായ ഇടപെടൽ നടത്താൻ കെൽപ്പുള്ള ഒരു പുരോഹിതനുമില്ല. അത് നടക്കണമെങ്കിൽ യേശു വരണം. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷെ അത് സാധിക്കണമെങ്കിൽ യേശുവിൻ്റെ വ്യക്തിത്വം ആണ് ഇത് ഏറ്റവും നിർണായകമായ ഘടകം. അതെന്താണ്? അത് ആഴത്തിൻ്റെ വ്യക്തിത്വമാണ്. അവിടെ നിന്ന് മാത്രമേ ജീവൻ്റെ ഉറവുകൾ പുറപ്പെടുകയുള്ളൂ. എല്ലാവർക്കും നമസ്കാരം.